തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ LDFന് ഭരണം നഷ്ടമായി. ചെയർപേഴ്സണെതിരെ UDFന്റെ അവിശ്വാസ പ്രമേയം പാസായി. CPM കൗൺസിലറും സ്വതന്ത്രനും അവിശ്വാസത്തെ പിന്തുണച്ചു. വൈസ് ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയം പരിഗണിക്കും. LDFന് നേരിയ ഭൂരിപക്ഷം മാത്രമുള്ള നഗരസഭയിൽ ഇത്തവണ UDF നീക്കം പാളിയില്ല. CPM കൗൺസിലർ കലാരാജുവും സ്വതന്ത്രൻ PG സുനിൽകുമാറും കൂട്ടുനിന്നു. ചെയർപേഴ്സൺ വിജയ ശിവനെതിരായ അവിശ്വാസ പ്രമേയം 12-നെതിരെ 13 വോട്ടുകൾക്ക് പാസായി. ജനുവരി 18-ന് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിലും കലാരാജുവിനെ CPM തട്ടിക്കൊണ്ടുപോയി എന്ന വിവാദത്തെ തുടർന്ന് പരിഗണിച്ചില്ല. വയനാട് CPMലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ വീണ്ടും നടപടി. വയനാട്ടിലെ മുതിർന്ന നേതാവ് AV ജെയിനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. സാമ്പത്തിക ക്രമക്കേട് ഉന്നയിച്ച് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് വിവാദമായിരിക്കെയാണ് വീണ്ടും നടപടി. വയനാട് CPMൽ വിഭാഗീയത എന്ന പരസ്യ പ്രസ്താവനയിലാണ് നടപടി. കണിയാമ്പറ്റയിലെ 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. വിഭാഗീയത ഉന്നയിച്ച് കണിയാമ്പറ്റയിലും പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് നടപടി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റും പുൽപ്പള്ളി CPM ഏരിയ കമ്മിറ്റി അംഗവുമായ AV ജെയിനെ പാലിയേറ്റീവ് കെയർ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് നേരത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച CPM അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ നടപടിയെടുക്കുകയായിരുന്നു. പുൽപ്പറ്റി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇരുളം ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് ജെയിനെ തരം താഴ്ത്തിയത്. പിന്നാലെ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം കടുപ്പിച്ച ജയൻ നടപടി വിഭാഗീയതയുടെ ഭാഗമെന്നായിരുന്നു തുറന്നടിച്ചത്. ഈ പരസ്യ പ്രസ്താവനയാണ് പുതിയ നടപടിയിലേക്ക് നയിച്ചത്. ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളും അണികളും പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് ഉയർത്തിയത്. വയനാട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചേരിതിരിവാണ് നടപടിയിലേക്ക് നയിച്ചതെന്നും വിമർശനമുണ്ട്. നേരത്തെ ജില്ലാ സമ്മേളനത്തിൽ വയനാട്ടിൽ വലിയ അട്ടിമറിയാണ് നടന്നത്. ജില്ലാ സെക്രട്ടറിയായിരുന്ന P. ഗഗാറിനെ വെട്ടി K. റഫീഖാണ് പുതിയ സെക്രട്ടറി ആയത്. മുൻ ജില്ലാ സെക്രട്ടറിയായ CK ശശീന്ദ്രന്റെ പിന്തുണയോടെയായിരുന്നു റഫീഖിന്റെ അട്ടിമറി. ഇതോടെ ജില്ലയിൽ CPMനുള്ളിൽ ചേരിതിരിവ് രൂക്ഷമാവുകയായിരുന്നു. തരം താഴ്ത്തലും ഇതിന്റെ ഭാഗമെന്നാണ് ജയൻ അടക്കമുള്ളവർ പറയുന്നത്. കൂടുതൽ ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തുവരികയാണ്. ഈ നിയമസഭയിൽ നിരവധി ചോദ്യങ്ങളാണ്. പരിശോധന നടത്താതെ നിയമസഭ ഓഡിറ്റ് വിഭാഗം 11 തവണയാണ് കരാർ നീട്ടിയത്. ഭാഗികമായി തീർത്ത കരാർ തുക മുഴുവൻ നൽകാൻ നീക്കമെന്നുള്ള റിപ്പോർട്ടുകൾ. നിയമസഭയെ ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള ഈ നിയമസഭാ പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 6 വർഷത്തിനിടെ 11 തവണ കരാർ കാലാവധി നീട്ടി നൽകി. സോഫ്റ്റ്വെയറായി ഊരാളുങ്കൽ വികസിപ്പിച്ച 42 മൊഡ്യൂളുകളും ഉപയോഗക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭാ സെക്രട്ടേറിയറ്റ് തിരിച്ചയച്ചിരുന്നു. ഇതിൽ സഭാ നടപടിക്രമങ്ങൾക്കുള്ള 8 ഇൻഹൌസ് മൊഡ്യൂളുകൾ മാത്രം ഉപയോഗക്ഷമമാക്കി പദ്ധതി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം. ആദ്യം നിശ്ചയിച്ച കരാർ തുകയായ 19 കോടിയോളം രൂപ മുഴുവൻ ഊരാളുങ്കലിന് കൈമാറാനുള്ള ഫയൽ നീക്കമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. ഇതിനായി 12ാം തവണയും കാലാവധി നീട്ടാനും കരുനീക്കുന്നുണ്ട്. കോടികളുടെ ക്രമക്കേടിൽ വിശദ പരിശോധന വേണമെന്ന ഫയലിൽ നിർദ്ദേശിച്ചെങ്കിലും നിയമസഭയുടെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം ഒരു തവണ പോലും പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല. കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഹാർഡ്വെയർ ആവശ്യങ്ങൾക്കായി മുൻകൂർ നൽകിയ 10 കോടിയോളം രൂപ കണക്ക് നൽകാതെ 6 വർഷം ഊരാളുങ്കൽ കൈവശം വച്ചതിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു. ഈ തുകയ്ക്കുള്ള ഇൻവോയ്സ് ഇക്കൊല്ലം മെയ് 9-ന് ഊരാളുങ്കൽ ഹാജരാക്കിയെങ്കിലും തുക ചെലവഴിച്ചതിന്റെ വിശദാംശങ്ങളില്ലാത്ത കണക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന ടെക്നിക്കൽ കമ്മിറ്റി തള്ളി. കണക്ക് നൽകാതെ അനധികൃതമായി പണം കൈവശം വച്ചതിന് 2019 മുതലുള്ള പലിശ സഹിതം 15 കോടി ഊരാളുങ്കലിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്ന നിർദ്ദേശത്തിലും നടപടിയില്ല. കമ്പ്യൂട്ടറുകളുടെ വാറണ്ടി അവസാനിച്ചിട്ടും അവയിൽ സജ്ജമാക്കേണ്ട സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനായിട്ടില്ലെന്നതാണ് സ്ഥിതി. എന്നിട്ടും കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള ഹാർഡ്വെയർ വർഷം 50 ലക്ഷം രൂപ ചെലവിൽ 5 വർഷത്തേക്ക് പരിപാലിക്കാൻ 2.5 കോടി രൂപ ഊരാളുങ്കലിന് കൈമാറാനും നീക്കമുണ്ട്. സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിൽ ഊരാളുങ്കൽ വരുത്തിയ വീഴ്ച നിയമസഭാ നടപടികളെ ബാധിക്കുമെന്നാണ് ആശങ്ക. സഭയിൽ അംഗങ്ങൾക്ക് മന്ത്രിമാർ നൽകുന്ന ഉറപ്പുകൾ നടപ്പാക്കാൻ ആവശ്യമായ ഓഫീസ് ജോലികൾ രേഖപ്പെടുത്തുന്ന അഷുറൻസ് ഇംപ്ലിമെന്റേഷൻ ഡെസ്കിന്റെ പ്രവർത്തനം അവതാളത്തിലാണ്. മുൻപ് ഉപയോഗിച്ചിരുന്ന NIC സോഫ്റ്റ്വെയർ ഒഴിവാക്കുകയും ചെയ്തു. കയ്യിലിരുന്നതും പോയി കടിച്ചു പിടിച്ചതും പോയെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലാപ്ടോപ്പ് അഴിമതി. പണം ചെലവഴിച്ചത് നിയമങ്ങൾ പാലിക്കാതെ എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ചയാക്കി മാധ്യമങ്ങൾ. സ്കൂളുകളിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകുന്ന പദ്ധതി ഉൾപ്പെടെ കോർപ്പറേഷൻ പണം ചെലവഴിച്ചത് നിയമങ്ങൾ പാലിക്കാതെ എന്ന ഓഡിറ്റ് റിപ്പോർട്ട്. റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ തുടർന്ന് ലാപ്ടോപ്പ് വാങ്ങിയതിലെ അഴിമതി പരിശോധിക്കാൻ വിജിലൻസ് 1 മാസം മുൻപ് കോർപ്പറേഷൻ ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. പോയ സാമ്പത്തിക വർഷങ്ങളിൽ വികസന ഫണ്ടിൽ നിന്ന് കോടികൾ ചിലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതിയിലാണ് വിജിലൻസിന്റെ പരിശോധന.
പദ്ധതിക്ക് ആവശ്യമായ സാധനങ്ങളുടെ സ്പെസിഫിക്കേഷൻ തയ്യാറാക്കിയതിലും ടെൻഡർ നടപടികളിലും അപാകതയുണ്ടെന്നാണ് ആക്ഷേപം. സർക്കാർ സ്കൂളുകൾക്ക് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്ക് പകരം ലാപ്ടോപ്പ് വാങ്ങണമെന്ന സർക്കാർ നിർദ്ദേശം പാലിച്ചില്ല. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് 244 ഡെസ്ക്ടോപ്പുകളും 193 UPSഉം വാങ്ങി നൽകിയത് വഴി കോർപ്പറേഷന് വൻ നഷ്ടം സംഭവിച്ചെന്നായിരുന്നു ഓഡിറ്റിലെ കണ്ടെത്തൽ. ഇതിനു പുറമെ 14 സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറി തയ്യാറാക്കുന്നതിന് കോടികൾ ചെലവഴിച്ചതും നിയമങ്ങൾ പാലിച്ചില്ലെന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. 6 വീതം ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ, മേശകൾ, കസേരകൾ, ഒരു UPS, 2 ബാറ്ററികൾ, സോഫ്റ്റ്വെയർ എന്നിവ ഉൾപ്പെടുന്ന യൂണിറ്റാണ് ഒരു സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും IT ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മാർഗനിർദ്ദേശങ്ങളും വിലയും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കോർപ്പറേഷൻ പാലിച്ചിട്ടില്ല എന്നാണ് ആരോപണം. ഡിജിറ്റൽ ലൈബ്രറിക്ക് നൽകിയ ഡിജിറ്റൽ കണ്ടന്റിന് SCRTയുടെയും കൈറ്റിന്റെയും അംഗീകാരം ലഭിച്ചിട്ടില്ല. പദ്ധതി പ്രകാരം വാങ്ങിയ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്ററും ഹാജരാക്കിയിട്ടില്ല. ആദായ നികുതി കുറവ് ചെയ്യാത്തതിനാൽ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നും കണ്ടെത്തി. ഓരോന്നിന്റെയും വില പ്രത്യേകമായി രേഖപ്പെടുത്താത്തതിനാൽ കമ്പ്യൂട്ടറുകളുടെ വില അറിയാനാവുന്നില്ലെന്നും ഓഡിറ്റിൽ പറയുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ദുരന്ത നിവാരണ പരിശീലനം നൽകുന്നതിനുള്ള സുരക്ഷാ പദ്ധതി നടത്തിപ്പിന് ലക്ഷങ്ങൾ ചെലവിട്ടതിലും വ്യക്തതയില്ല. 25 സ്കൂളുകളിൽ നടപ്പാക്കിയ പദ്ധതിയുടെ നടത്തിപ്പും തുടർ പ്രവർത്തന അവലോകനവും സംബന്ധിച്ചുള്ള രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും കോർപ്പറേഷൻ ഹാജരാക്കിയില്ല. ആദ്യം തിരഞ്ഞെടുത്ത കമ്പനി മാറിയത് സംബന്ധിച്ച് രേഖകളില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു.